ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ മരുമകൻ ദിലീപും മകൾ കാർത്തികയും കൂടി സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ലക്ഷ്മി അമ്മ ദിലീപിനോട് പറയുന്നുണ്ട്, മോനക്ക് അറിയാലോ, ഞങ്ങൾക്ക് ചെന്നൈയിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്, എനിക്കും മോൾക്കും കൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഒരു മേൽനോട്ടക്കാരനായിട്ട് എല്ലാത്തിലും മുന്നിലായിട്ട് മോൻ തന്നെ ഉണ്ടാകണം. അറിയാലോ, ഒരു മകനുള്ള കാര്യങ്ങളൊക്കെ തന്നെ മോൾക്ക് അറിയാലോ എന്ന് മോൻ അറിയാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ദിലീപ് പറയുന്നത്, അമ്മ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ കാർത്തൂനോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇരിക്കുകയാണ് അവിടെ. അപ്പോഴാണ് അവിടേക്ക് കിരണും അതുപോലെ കല്യാണിയും കൂടിയിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ പോവാൻ തയ്യാറായോ എന്ന് ചോദിക്കുകയാണ്. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, എൻ്റെ അമ്മ മരിച്ച സമയത്ത് വന്നതല്ലേ, പിന്നെ ചേച്ചിയുടെ കല്യാണം മുടങ്ങി, അങ്ങനെ ആ സമയത്തൊക്കെ ഇവിടെ തന്നെയല്ലേ ആയിരുന്നു, ഇനിയിപ്പോൾ പോകട്ടെ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതിനൊന്നും സാധ്യതയില്ല, അവിടെ ഹരിസാർ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണ്, അതുകൊണ്ടാണ് ഒരു ആശ്വാസം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്തതായിട്ട് നമ്മുടെ രതീഷും അതുപോലെ ഇവളും കൂടിയിട്ട് കാദംബരിയും കൂടി വരുന്നത്. അപ്പോൾ നിങ്ങളും പോകാൻ റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇനി പോകട്ടെ, ഇത്രയും ദിവസം അവിടെ നിന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയാണ്, നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട സാറേ, ഞങ്ങളെ വണ്ടിയിൽ പൊക്കോളാം എന്ന് പറയുകയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരോട് അങ്ങനെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രതീഷ് കിരണിനോട് പറയുന്നുണ്ട്, കിരൺ സാർ ഒന്ന് വന്ന് ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് അവരങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്, അതായത് കാദംബരിക്കും അതുപോലെ കല്യാണിക്കും കൂടിയിട്ട്. അപ്പോൾ ആ സമയം രതീഷ് പറയാണ്, സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഓടിയെത്താം, തന്നെയല്ല വേലുവും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. പിന്നെ നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് അവർക്ക് സംശയം ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾക്കൊരു അബദ്ധം പറ്റി ഇന്നലെ, അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ശ്രദ്ധിച്ചില്ല, നിങ്ങളും ശ്രദ്ധിച്ചില്ല, എൻ്റെ ഷർട്ടിൽ കുറച്ച് ചോരക്കറി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അയ്യോ, എന്നിട്ടോ ഒരു വിധത്തിൽ ഞാൻ കല്യാണിയോട് അത് ഹാളിൽ നിന്ന് പെയിൻ്റ് ആയതാണ് എന്ന് പറഞ്ഞൊപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സമാധാനമായി, എന്തായാലും വായു നമുക്ക് അവിടേക്ക് പോകാം, ഇത് സംശയത്തിനിട കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണിയും കാദംബരിയും അവർ ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഇത്ര വല്ലാതെ മാറി നിന്ന് സംസാരിക്കാനുള്ളത് രതീഷേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ കിരൺ പറയുകയാണ്, അത് പിന്നെ അവന് കമ്പനിയിൽ വന്നത് ഇലക്ട്രിസിറ്റിയിൽ ആ ഓഫീസിൽ അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞത് കൊണ്ടാണല്ലോ നമ്മുടെ കമ്പനിയിലോട്ട് വന്നത്, അപ്പോൾ അതുകൊണ്ട് ഇവനൊരു പ്രൊമോഷൻ വേണമെന്ന് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കാദംബരി പറയാണ്, അതെ രതീഷേട്ടാ, വല്ലാതെ അഹങ്കാരം അതൊന്നും കാണിക്കേണ്ട കേട്ടോ, ഉള്ളത് തന്നെ നിലനിന്ന് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, അത് വെറുതെ കിരണേട്ടൻ പറഞ്ഞതാണ്, ഒരിക്കലും രതീഷേട്ടൻ അങ്ങനെയൊന്നും ചോദിക്കില്ല, ഇത് വേറെന്തോ ആണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രതീഷ് പറയണം, അതെ വേറൊന്നല്ല കല്യാണി, എന്തായാലും വർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്ന അവിടെ വീടൊക്കെ ചെയ്യില്ല, അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ വയറിങ്ങും ഇലക്ട്രിക്കിൻ്റെ എല്ലാ വർക്കും എനിക്ക് കിട്ടണം, അത് ഒന്ന് ഞാൻ ചോദിച്ചാണ്, അപ്പം അങ്ങനെയാകുമ്പോൾ ഇത്തിരി കൂടി വരുമാനമാവുമല്ലോ എന്ന് പറയണം. എല്ലാം കൂടി എങ്ങനെയാ രതീഷേട്ടന് ചെയ്യാൻ കഴിയുക എന്നിങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, എന്തായാലും ഞങ്ങളെന്ന് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് കല്യാണിയും കിരണും ആദ്യം തന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് കാറിൽ അങ്ങനെ പോവുകയാണ്. അതിനുശേഷം 2 വീലറിൽ രതീഷും കാദംബരിയും അവരും പോകുന്നുണ്ട്. അതിനുശേഷം കിരണും കല്യാണിയും തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ ബെല്ലടിച്ച് അവരങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ കഴിഞ്ഞത് നിന്റെ അമ്മയ്ക്ക് അതൊരു വലിയൊരു ആശ്വാസം, അമ്മയുടെ ആത്മാവിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ടാവും എന്ന് പറയാണ്. അമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും, പക്ഷേ പൂർണ്ണമായിട്ട് സന്തോഷമാവണമെങ്കിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല, എന്നാലും അവൻ എന്താ ചേച്ചിയുടെ വിവാഹം നടന്നത് അവൻ അറിഞ്ഞില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുകയാണ്. അവൻ ഇനി എന്തായാലും അടങ്ങിക്കോളും, എന്തായാലും നിന്റെ പ്രാർത്ഥന എപ്പോഴും ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്, നീ വിചാരിക്കണ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും കല്യാണി എന്നിങ്ങനെ കിരൺ കല്യാണിയോട് പറയുന്ന സമയം തന്നെ ശാന്തേച്ചി വാതിൽ തുറക്കുകയാണ്. മക്കളെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ശാന്തേച്ചി, വീടൊക്കെ ആകെ
പൊടിയൊക്കെ പിടിച്ച് കിടക്കല്ലായിരുന്നു, വൃത്തിയാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേ മോളെ, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, അപ്പുറത്ത് എപ്പോഴാ തെങ്ങൻ തൈ വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പുതിയൊരു തെങ്ങൻ തൈ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആകെ കിരൺ വെട്ടി വേർക്കാണ്, കിരണാകെ വെപ്രാളം വരികയാണ്. അപ്പോൾ നേരെ കല്യാണി കിരണിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ നമ്മുടെ വേലുവിൻ്റെ പണിയാണ്, അവന് ഇങ്ങനത്തെ കാര്യം കാട്ടിലായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് 2-3 കൊല്ലത്തിട്ട് കായ്ക്കണ ഒരു തെങ്ങൻ തൈയാണ് അത് അവൻ അവിടെ വെച്ചതാണ്, അവൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ഇരിക്കട്ടെ, അത് കാണുമ്പോൾ അവനെ നമ്മൾ ഓർക്കുമല്ലോ എന്നും പറഞ്ഞ് അവൻ അവിടെ വെച്ച് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും കല്യാണം നല്ല ഭംഗിയായി കഴിഞ്ഞില്ല, അതൊരു സമാധാനം മോളെ എന്ന് ശാന്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നേരെ കിരൺ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. സരയു രാഹുലിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, മോള് വന്നോ, കുറേ നാളായാലും മോളെ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ സുഖവിവരം അറിയാനല്ല, അവൻ ആ മനോഹറിനെ പറ്റിയിട്ട് അറിയാനാണ്. അവൻ കുറച്ച് നാൾ പുറത്തല്ലേ ആയിരുന്നത്, അപ്പം പിന്നെ അവനെ കാണാൻ അവൻ പുറത്ത് വന്ന് പോയതിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നെ അച്ഛനെപ്പോഴും പറയാറുള്ള പോലെ കിരണിനെ ഞാൻ സ്നേഹിക്കണമെന്നും ഞാനും കിരണം ഒന്നിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കാറില്ലേ, ഇപ്പം ഞാനും അത് ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ആ മനോഹറിന് എൻ്റെ കുഞ്ഞിനെ ആയിട്ട് അടുപ്പിക്കരുതെന്ന് കിരണിനോടും കല്യാണിയോടും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർ എൻ്റെ മകളെയും കൊണ്ട് അവിടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ തന്നെയല്ല, ആ ഐസിയുയിൽ കിടക്കുന്ന അവൻ്റെ അരികിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയത് കല്യാണിയാണ്. ആ ഒരു ദേഷ്യക്ക് എനിക്കിപ്പോൾ അവളോടുണ്ട്, അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, അത് ശരിയാണ് മോളെ, ആ കല്യാണി എന്ന് പറയുന്നവൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ അവൻ്റെ കിരണിൻ്റെ ഭാര്യയായിരുന്നെ, അങ്ങനെയാണെങ്കിൽ ഈ മനോഹർ നിന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ്, ആ കല്യാണിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലേക്ക് എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അവനെ ഭാര്യയാവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ ശരിക്കുള്ള അച്ഛൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവർ തമ്മിലുള്ള ബന്ധം അകറ്റാൻ എളുപ്പമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി അവൻ പുറത്തിറങ്ങാൻ പാടില്ല, അതിനു മുമ്പ് അവൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനോഹറിനെ പറ്റിയിട്ട് രാഹുലിന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സരി അവിടെ നിന്നും പോരുകയാണ്. എന്തായാലും രാഹുലിന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്റ്റെഫിയെ കാണിക്കുകയാണ്. സ്റ്റെഫി ഗംഗയുടെ കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട്, അവനെ കാണാനില്ല, ഞാനൊരു വലിയ അന്വേഷണം തന്നെ നടത്തി, അതുകൊണ്ട് അവനെ എന്തോ പറ്റിയിട്ടുണ്ട്, ആ കിരണാണ് ഇതിൻ്റെ പുറകിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു SI വന്നിട്ടുണ്ട്, അയാൾ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് നമുക്കൊരു പെറ്റീഷൻ കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ അവർ എടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, നമുക്കതിനുള്ള അവകാശമില്ല, അവനെ കാണാനില്ല, ശരിയാണ്, അവനെ കൊന്നു കുഴിച്ചു മൂടാനും അവന് കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ തൂക്കുകയറ് തന്നെ ഗംഗയ്ക്ക് കിട്ടുമായിരുന്നു. അതൊക്കെ കോടതിക്ക് മാത്രമാണ് അത് വിധിക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് രണ്ടും അത് ഏറ്റെടുക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ കേസ് കൊടുത്താൽ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിരൺ എന്തായാലും ജയിലിൽ കിടക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, നീ ഗംഗയെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കേണ്ട, കാരണം കാട്ടിൽ പോയിട്ട് അവൻ ഏറ്റവും വലിയൊരു നെറുകേട് കാണിച്ചു. അവിടെ അമലു എന്ന് പറയുന്ന പെൺകുട്ടി അവൻ അവിടെ നിന്നും തിരിച്ചു പോരുമ്പോൾ ആ പെൺകുട്ടിയുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റെഫിക്ക് ദേഷ്യം വരികയാണ്. സ്റ്റെഫി ആ പറഞ്ഞവൻ്റെ ഷർട്ടിന് തല്ലാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്, അവൻ പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ സ്റ്റെഫി അങ്ങനെ ഒരു ഞെട്ടലോടുകൂടി അത്രയും അയാൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു പളുങ്ക് പാത്രം ഉടഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സ്റ്റെഫിയെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.